അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥൻ, അത്ഭുതങ്ങളിൽ വാഴുന്ന അന്തോണീസ്. 1195 ഓഗസ്റ്റ് 15 പോർച്ചുഗലിലെ ലിസ്ബണിൽ ജനിച്ച് 35 വയസ്സിനു ശേഷം 1231 ജൂൺ 13 സ്വർഗീയ പിതാവിൻ്റെ പക്കൽ എത്തിച്ചേർന്ന വിശുദ്ധ അന്തോണീസ് കേരളത്തിലെ ക്രൈസ്തവർക്കിടയിൽ എന്നും പ്രത്യാശയുടെ കെടാത്ത കൈത്തിരി ജ്വലിപ്പിക്കുന്ന അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥൻ. അത്ഭുതങ്ങളിൽ വാഴുന്ന അന്തോണീസ്. കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനവും മതസൗഹാർദ്ദത്തിൻ്റെ ഈറ്റില്ലവുമായി പ്രസിദ്ധിയാർജിച്ച പൂരനഗരി എന്ന ഓമനപ്പേരിൽ അറിയപ്പെടുന്ന നാട് തൃശ്ശിവപേരൂർ. തൃശൂർ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഈ പട്ടണത്തിൽ ദേവാലയങ്ങളും ക്ഷേത്രങ്ങളും വാണിജ്യ വ്യാപാര കേന്ദ്രങ്ങളും കലാ സാംസ്കാരിക വിനോദ കായിക വേദികളും സമന്വയിക്കുന്ന നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് കച്ചവട സ്ഥാപനങ്ങൾക്കും പച്ചക്കറി ചന്തകൾക്കും ബസ് സ്റ്റാൻഡുകൾക്കും ഇടയിൽ നിരവധി പേരുടെ ജീവിത പ്രതിസന്ധികൾക്ക് അത്താണിയായി സ്ഥിതി ചെയ്യുന്ന, അവിശ്വാസികളെ വിശ്വാസത്തിലേക്ക് എത്തിക്കാൻ തക്കവണ്ണം അനുഗ്രഹങ്ങൾ നൽകുന്ന, നാനാജാതി മതസ്ഥർക്ക് അത്ഭുതങ്ങളുടെ മധ്യസ്ഥനായി വാഴുന്ന വിശുദ്ധ അന്തോണീസിന്റെ തീർത്ഥകേന്ദ്രം കോട്ടപ്പുറം രൂപതയുടെ കീഴിലുള്ള തൃശൂർ സേക്രഡ് ഹാർട്ട് ലാറ്റിൻ ചർച്ച്. തൃശ്ശൂർ പട്ടണത്തിലുള്ള ഈ ദേവാലയം തിരുഹൃദയ ധാമത്തിലാണ് സ്ഥാപിതമായിട്ടുള്ളത്. 125 കൊല്ലത്തെ ചരിത്രമുണ്ട് ഈ ദേവാലയത്തിന്. ഈ ദേവാലയത്തിൻ്റെ ഇവിടെയുള്ള ഈ നിലനിൽപ്പ് മതസൗഹാർദ്ദത്തിൻ്റെ, സമൂഹ സൗഹാർദ്ദത്തിൻ്റെ വലിയൊരു അടയാളമാണ്. കാരണം 125 വർഷങ്ങൾക്ക് മുമ്പ് ഇതൊരു കപ്പേളയായിരുന്നു, ചെറിയ പള്ളി. ആ സ്ഥാനത്ത് അത് സുറിയാനി രീതിയിൽപ്പെട്ട സഭയുടെ കയ്യിലായിരുന്നു. എന്നാൽ ആ സഭാംഗങ്ങൾ കൂടുതലായപ്പോൾ ഇവിടെയുള്ള ലത്തീൻകാരുടെ സഭയുടെ ദേവാലയം, ഇന്നുള്ള ലൂർദ് കത്തീഡ്രൽ, ഈ സുറിയാനി സഭയ്ക്ക് വിട്ടുകൊടുക്കുകയും അതിന് പകരമായി ഈ പള്ളി ലത്തീൻകാർക്ക് നൽകുകയും ചെയ്തു. അത് ഒരു വലിയ സൗഹാർദ്ദത്തിൻ്റെ അടയാളമായിരുന്നു. അന്നത്തെ സഭാ പിതാക്കന്മാർ ചെയ്ത വലിയൊരു പുണ്യമാണ്. ആർക്കും ഒരു അസ്വസ്ഥതയും കൂടാതെ വലിയൊരു ദേവാലയം കൈമാറി കൊച്ചു ദേവാലയം എടുത്തു എന്നുള്ളത് തന്നെ മത സൗഹാർദ്ദത്തിൻ്റെ, സമൂഹ സൗഹാർദ്ദത്തിൻ്റെ, സഭാ സൗഹാർദ്ദത്തിൻ്റെ വലിയൊരു അടയാളമാണ്. ഇവിടെ 125 വർഷമായി ഈ ദേവാലയം സ്ഥിതി ചെയ്യുന്നു. ഇതിപ്പോൾ കൊടുങ്ങല്ലൂർ കോട്ടപ്പുറം രൂപതയുടെ കീഴിലാണ്. ഈ രൂപതയുടെ നല്ലൊരു തീർത്ഥാടന കേന്ദ്രമായി ഇത് വർത്തിക്കുന്നു. വിശുദ്ധ അന്തോണീസിൻ്റെ മധ്യസ്ഥമാണ് ഇവിടെ ഈ വലിയ തീർത്ഥാടനത്തിന് കാരണം. 16 കണക്കിന് ജനങ്ങൾ ഓരോ ആഴ്ചയിലും ഇവിടെ വന്ന് വിശുദ്ധൻ്റെ മാധ്യസ്ഥം അപേക്ഷിക്കുന്നുണ്ട്. ലഭിച്ചു പോകുന്നവർ ധാരാളം നന്ദി ആയിട്ട് അവരുടെ കാഴ്ചകളും
എഴുത്തുകളും എല്ലാം ഇവിടെ സമർപ്പിക്കാറുണ്ട്. ഇവിടെ കാരുണ്യ പ്രവൃത്തികൾ ഒത്തിരി നടക്കുന്നുണ്ട്. രോഗികളെ സഹായിക്കാനും വിധവകളെ സഹായിക്കാനും വിവാഹ സംബന്ധമായ ചെലവ് വഹിക്കുന്നവരുടെ സഹായം നൽകാനും വീടുകൾ നിർമ്മിച്ചു കൊടുക്കാനും എല്ലാം ഇവിടെ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട്. വിളിച്ചാൽ വിളി കേൾക്കും പുണ്യവാനേ, തൃശ്ശൂരിലെ വിശുദ്ധനാം അന്തോണീസേ. വിളിച്ചാൽ വിളി കേൾക്കും പുണ്യവാനേ, തൃശ്ശൂരിലെ വിശുദ്ധനാം അന്തോണീസേ. കരഞ്ഞാൽ കണ്ണീരൊപ്പും പുണ്യവാനേ, തൃശ്ശൂരിലെ വിശുദ്ധനാം അന്തോണീസേ. കരഞ്ഞാൽ കണ്ണീരൊപ്പും പുണ്യവാനേ, തൃശ്ശൂരിലെ വിശുദ്ധനാം അന്തോണീസേ. പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി, പ്രാർത്ഥിക്കണമേ നീ നിത്യം. യാചനയായി തിരുമുൻപിൽ വരുന്നു കൃപയും അരുളേണം. പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി, പ്രാർത്ഥിക്കണമേ നീ നിത്യം. യാചനയായി തിരുമുൻപിൽ വരുന്നു കൃപയും അരുളേണം. 1875 സീറോ മലബാർ റീത്തിനു വേണ്ടി സ്ഥാപിതമായ കപ്പേള 1885 ലത്തീൻ സഭയ്ക്ക് കൈമാറി. 1926 നവീകരിച്ച് വെഞ്ചരിച്ച തൃശൂർ സേക്രഡ് ഹാർട്ട് ലാറ്റിൻ ചർച്ച് ഒരു കുഞ്ഞു പള്ളിയിൽ നിന്നും ഇന്ന് വിശുദ്ധ അന്തോണീസിന്റെ മധ്യകേരളത്തിലെ മുഖ്യ തീർത്ഥാടന കേന്ദ്രമായി മാറിയതിന് പിന്നിൽ പ്രാർത്ഥനാനിരതനായ ഒരു വൈദികന്റെ സാന്നിധ്യമുണ്ട്. ചെട്ടിക്കാട് വിശുദ്ധ അന്തോണീസിന്റെ തീർത്ഥകേന്ദ്രത്തെ ദക്ഷിണേന്ത്യയിലെ തന്നെ ശ്രദ്ധാകേന്ദ്രമാക്കി മാറ്റിയ റവറൻ ഫാദർ ഡൊമിനിക് ചെറിയത്ത്. ഞാൻ ചെട്ടിക്കാട്ട് വന്നതുകൊണ്ട് വിശുദ്ധ അന്തോണീസിൻ്റെ തന്നെ നൊവേന ഇവിടെ ആരംഭിക്കുവാനായിട്ടാണ് ഉദ്ദേശിച്ചത്. അങ്ങനെ ആ തീരുമാനം അനുസരിച്ച് ഞാൻ ചില കാര്യങ്ങളൊക്കെ ദൈവാത്മാവിനാൽ പ്രേരിതനായി ചെയ്തു. ഇവിടുത്തെ ഒരു സഹോദരൻ സാജൻ ജോസാണ് ഒരു രൂപം പുണ്യവാളൻ്റെ നിർമ്മിക്കാനായിട്ട് വേണ്ട സഹായങ്ങൾ ചെയ്തു. ആ രൂപം അഭിമന്യ കുണ്ടുകുളം പിതാവ് വന്ന് വെഞ്ചരിച്ച് തന്നു. അങ്ങനെ നൊവേന ഇവിടെ ആരംഭിച്ചു. പിന്നെ കോൾബെ ഫാദേഴ്സ് ആലുവായിൽ നിന്ന് വിശുദ്ധൻ്റെ ക്ലാസ് നമ്പർ 1 തിരുശേഷം കൊണ്ടുവരികയും വലിയ ശക്തമായ ദൈവ അനുഭവങ്ങളിലൂടെ കാണുകയും ചെയ്തു. അങ്ങനെ ധാരാളം ആളുകൾ ഈ പള്ളിയിലേക്ക് വന്നു. ഈ പള്ളിക്ക് പ്രത്യേകത കൊണ്ട് തിരുഹൃദയ ദേവാലയമാണ്. തിരുഹൃദയത്തെ യേശുവയെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിട്ടുള്ള ആ തിരുഹൃദയത്തിൽ ജീവിച്ച ഒരു മഹാവിശുദ്ധനാണ് വിശുദ്ധ അന്തോണീസ്. അതുകൊണ്ട് തന്നെ ഈശോ പുണ്യവാളനോട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യിച്ചു. ആ പുണ്യവാളം വഴി ഒരുപാട് അനുഗ്രഹങ്ങൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന നാനാജാതി മതസ്ഥ ആളുകൾക്ക് ലഭിക്കുകയും ചെയ്തു. എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ മുതൽ രാത്രി വരെ തുടർച്ചയായി കുംഭസാരം, ജപമാല, ദിവ്യബലി, ലതീഞ്ഞ്, നൊവേന, ആരാധന, നേർച്ചക്കഞ്ഞി എന്നിവ കൂടാതെ മറ്റൊരു പ്രത്യേക രീതിയിലുള്ള പ്രാർത്ഥനയും ഇവിടെ നടന്നു വരുന്നു. വിശുദ്ധ അന്തോണീസിന്റെ തിരുനടയിലുള്ള പ്രാർത്ഥനയുടെ പകർപ്പെടുത്തുകൊണ്ട് തിരികത്തിച്ച് നിയോഗം സമർപ്പിച്ച് 9 ദിവസം നൊവേനകളിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുകയും നിയോഗത്തിൻ്റെ പ്രതീകമായി ഈ തിരിയെ വിശുദ്ധന് സമർപ്പിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഒത്തിരി അനുഗ്രഹങ്ങൾ നേടിയ വിശ്വാസികളുടെ വാക്കുകളിലൂടെ. എൻ്റെ പേര് സുസിലി, ഞാൻ ചെയ്യാരത്ത് താമസിക്കണം. ഞാൻ ഇവിടെ പ്രേക്ഷിതാവിനേക്കാളും മുപ്പാട് എനിക്ക് അന്തോണീസ് പുണ്യാളനും ഈശോയിനെയും ഞാൻ പ്രാർത്ഥിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം എനിക്ക്
ഒരു 10 സെൻറ്റ് സ്ഥലം 2 സെൻറ്റ് സ്ഥലത്തുമ്പോൾ ഞാൻ ആശിച്ചിട്ട് എനിക്ക് 10 സെൻറ്റ് സ്ഥലം പുണ്യാൾ അനുവദിച്ചു തന്നു. അതിലൊരു ചെറിയൊരു കൊച്ചു വീടും ഉണ്ടായിരുന്നു. ഓലപ്പരിയായാലും വീടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഭർത്താവിന് ശ്വാസം മുട്ടായിരുന്നു. സൂക്കേട് കൂടുതലായപ്പോൾ എലൈറ്റിലേക്ക് കൊണ്ടുപോയി. ഇപ്പോൾ അവർ മരുന്നുകളൊക്കെ ചെയ്ത് സമാധാനമായി. അങ്ങനെ വാർഡിൽ കൊടുന്ന് കിടത്തി കഴിഞ്ഞപ്പോൾ 2 ജോസുമാരുണ്ടായിരുന്നു. അതിൽ അവർ വയസ്സും ഇതും രാജ്യം നോക്കാണ്ട് ലിവർ ഹാർട്ടില്ലാത്ത ആളുടെ ഇഞ്ചക്ഷൻ ശ്വാസമുട്ടുകാരന് ചെയ്തു. ശ്വാസമുട്ടുകാരുടെ ഇഞ്ചക്ഷൻ ഹാർട്ടില്ലാത്തവനും ചെയ്തു. എൻ്റെ ഭർത്താവ് കയ്യിൽ നിന്ന് പോയ പോലെ ഒന്നാളോട് കരുതി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്കതും സാധിച്ചു. എൻ്റെ മകളുടെ കല്യാണം കഴിയാണ്ട് വളരെ വിഷമത്തിലായിരുന്നു. അത് പ്രാർത്ഥിച്ചിട്ട് അതും എനിക്ക് സാധിച്ചു. ഇനി ഒരു ആൺകുട്ടി ഒരു മോനുണ്ടാവാൻ വേണ്ടി അപേക്ഷിച്ചു. അതും എനിക്ക് കിട്ടി. എൻ്റെ പേര് ജോയ്. ഞാൻ താമസിക്കുന്നത് വളരിക്കര എന്ന സ്ഥലത്ത് താമസിക്കുന്നത്. ഞാൻ ഈ പള്ളിയിൽ ഇടയ്ക്കിടയ്ക്ക് വരാറുള്ള ഒരാളായിരുന്നു. പക്ഷേ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു എനിക്കൊരു വീട് പണിയണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതനുസരിച്ച് ഞാൻ ഈ പള്ളിയിൽ എല്ലാ ആഴ്ചയും വരികയും നൊവേനയിലും മറ്റും പങ്കെടുക്കുകയും ചെയ്യുമായിരുന്നു. അതിനിടയ്ക്ക് എനിക്കൊരു വീട് പണിയുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് പ്രത്യേകമായിട്ട് വിശുദ്ധ അന്തോനീസിനോട് മധ്യസ്ഥ അപേക്ഷിച്ച് ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഫലമായി എനിക്കൊരു വീട് പണിയാനുള്ള സാഹചര്യം വിശുദ്ധ അന്തോനീസ് എനിക്ക് ഒരുക്കി തന്നു. അങ്ങനെ വീട് പണിതുകൊണ്ടിരിക്കുമ്പോൾ ആദ്യത്തെ നില വാർത്ത് കഴിഞ്ഞു. രണ്ടാമത്തെ നില വാർക്കാനായിട്ട് പൈസയ്ക്ക് അല്പം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു ബാങ്കിനെ, എൻ്റെ നാട്ടിലുള്ള ഒരു ബാങ്കിനെ, പ്രമുഖ ഒരു ബാങ്കിനെ ഞാൻ സമീപിച്ചു. അവർ എനിക്ക് ലോൺ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ലോണിന് അപേക്ഷിക്കുകയും അതിന് അവരാവശ്യപ്പെട്ട എല്ലാവിധ രേഖകളും അവിടെ ബാങ്കിൽ സമർപ്പിക്കുകയും ചെയ്തു. അതനുസരിച്ച് അവർ എൻ്റെയും എൻ്റെ വൈഫിനെയും മകനെയും ഒപ്പിട്ട് പൈസ വാങ്ങുന്നതിനായിട്ട് ബാങ്കിലേക്ക് ക്ഷണിച്ചു. തലേദിവസം തന്നെ ഫോൺ ചെയ്ത് പറഞ്ഞ് ഞങ്ങൾ ആ ദിവസം അവർ പറഞ്ഞ സമയത്ത് അവിടെ എത്തി. ഒപ്പിടാനായിട്ട് വിളിക്കുന്ന സമയത്ത് അവർ പറഞ്ഞു നിങ്ങളുടെ ആധാരം കാണുന്നില്ല, പുരയുടെ ആധാരം കാണുന്നില്ല, അത് നിങ്ങൾ വീട്ടിലുണ്ടോ എന്ന് പരിശോധിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇവിടെ തന്നെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് തന്നാണ്, അഡ്വക്കറ്റിൻ്റെ നിന്ന് വാങ്ങിച്ച ഉടനെ തന്നെ ഞാൻ ഇവിടെ എല്ലാം തന്നതാണ്, നിങ്ങളത് പരിശോധിച്ച് ഞാൻ കണ്ടതാണ്, ഇവിടെയുണ്ട്. അതിനൊരു രേഖകൾ എനിക്ക് എഴുതി തന്നിരുന്നില്ല, അവിടെ കൊടുത്തതിൻ്റെ രേഖകൾ എനിക്കൊന്നും എഴുതി തന്നിരുന്നില്ല, ഇവിടെ തന്നെ കാണും എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു എന്തായാലും നിങ്ങൾ വീട്ടിൽ പോയി ഒന്ന് അന്വേഷിക്കുമെന്ന് പറഞ്ഞു. ഞാൻ വീട്ടിൽ പോയി അന്വേഷിച്ചു. വീട്ടിൽ എല്ലായിടത്തും അന്വേഷിച്ചു. എനിക്ക് വീട്ടിൽ നിന്ന് കിട്ടിയില്ല. അവസാനം വക്കീലിൻ്റെ അടുത്ത് പോയി വക്കീലിനോട് പറഞ്ഞു അവിടെ നിങ്ങളുടെ ഓഫീസിലെങ്ങനെ ഉണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞു. അവിടെ അന്വേഷിച്ചു. അവിടെ ഒന്നും കിട്ടിയില്ല. വക്കീൽ പറഞ്ഞു ഇവിടെ ഇല്ല, നമ്മളെല്ലാം അവിടെ കൊടുത്തതാണ്, ബാങ്കിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങളത് തന്നെയല്ലേ കൊണ്ട് കൊടുത്തതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ശരിയാണ്, ഞാൻ കൊടുത്തതാണ് ശരിയാണെന്ന് പറഞ്ഞു. അങ്ങനെ ബാങ്കുകാർ അവസാനം കാണാതായിട്ട് അവർ പറഞ്ഞു എന്തായാലും ഞായറാഴ്ച പ്രവൃത്തി ദിവസമല്ലാത്തൊരു ദിവസം അന്ന് ഞങ്ങൾ വന്നിട്ട് ബാങ്ക് വന്ന് തുറന്ന്, അത് ഒരാൾ വന്നാൽ പോരാ, 2-3 പേര് വന്നതാണ് എൻ്റെ അറിവ്, വന്ന് ബാങ്ക് തുറന്ന് അത് പരിശോധിക്കാം എന്നവർ എനിക്ക് വാക്ക് തന്നു. അതനുസരിച്ച് അവർ ബാങ്കിൽ വന്ന് പരിശോധിച്ചു. ഞാൻ ഒരു മിൽ വർക്കറാണ്, എനിക്ക് ഞായറാഴ്ച വർക്കിൻ്റെയാണ്. ഞാൻ രാവിലെ തന്നെ 6 മണി മുതൽ 2 മണി വരെയാണ്, രാവിലെ 6 മണി മുതൽ 2 മണി വരെയാണ് എനിക്ക് ജോലിയുടെ സമയം. ആ സമയത്ത് ജോലി എൻ്റെ കണക്കൂട്ടലനുസരിച്ച് ഏകദേശം ഒരു 10 മണിക്ക് ഇവർ ഓഫീസ് വന്ന് തുറക്കും, ബാങ്ക് വന്ന് തുറക്കും. തുറന്നതിന് ശേഷം ഇത് പരിശോധിച്ച് തുടങ്ങും. ഒരു 12 മണിയാകുമ്പോഴേക്കും അതിൻ്റെ റിസൾട്ട് ഉണ്ടാവുമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ 12 മണി കഴിഞ്ഞിട്ടും യാതൊരു റിസൾട്ടും എനിക്ക് കിട്ടിയില്ല. അപ്പോൾ തന്നെ ഞാൻ ആകെ ടെൻഷനായി, ഭയങ്കര വിഷമം ഒക്കെ ആയി, എനിക്കൊരു വിറയിലൊക്കെ വരലും അങ്ങനെ പ്രശ്നമൊക്കെ ആയി. എന്നിരുന്നാലും ഞാൻ ജോലി ചെയ്തുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, എനിക്കിത് എങ്ങനെയും കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ 12 ആയപ്പോൾ ഞാൻ പുണ്യാളനോട് പറഞ്ഞ് പ്രാർത്ഥിച്ചു, എനിക്ക് 2 മണിക്ക് എൻ്റെ ഡ്യൂട്ടി കഴിയും, ആ 2 മണിക്ക് ഡ്യൂട്ടി കഴിയുന്നതിന് മുമ്പ് തന്നെ എനിക്ക് എൻ്റെ ആധാരം തിരിച്ചു കിട്ടണം. തിരിച്ചു കിട്ടാതെ വന്നാൽ എന്നെ ഞാൻ വിടില്ല, ഇങ്ങനെ തന്നെയാണ് ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. 12 മണി കഴിഞ്ഞു, 1 മണി കഴിഞ്ഞു, 1:30 കഴിഞ്ഞു, ഞാൻ ആകെ വേർത്ത് തുടങ്ങി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് 1:55 എൻ്റെ ഡ്യൂട്ടി കഴിയാൻ പോകുന്ന സമയത്ത് ഞാൻ ഡ്രസ്സ് ചെയ്യാൻ പോകുന്നു. ആ സമയത്ത് 1:55 ബാങ്കിൽ നിന്ന് എനിക്ക് ഫോൺ വന്നു, നിങ്ങളുടെ ആധാരം തിരിച്ചു കിട്ടിയെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഇത് പുണ്യനോട് പറയുന്നതിന് മുമ്പ് തന്നെ ഞാൻ പറഞ്ഞിരുന്നു, ഈ ആധാരം 2 മണിക്ക് മുമ്പ് എനിക്ക് തിരിച്ചു കിട്ടുകയാണെങ്കിൽ ഞാൻ ഈ ജോലി സമയത്ത് ജോലി കഴിഞ്ഞ ഉടനെ നിൻ്റെ അടുത്ത് വന്ന് മുട്ടുകുത്തി കഴിഞ്ഞ് നിൻ്റെ മുമ്പിൽ വന്ന് കുമ്പിട്ട് 1,100 രൂപ കാണിക്കിയിട്ട് നിനക്ക് തരാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതനുസരിച്ച് എൻ്റെ പുണ്യവാൻ എനിക്കത് 1:55 തന്നെ അതിൻ്റെ റിസൾട്ട് കിട്ടി. അതനുസരിച്ച് ഞാനിവിടെ വരികയും മുട്ടുകുത്തി കഴിഞ്ഞ് പ്രാർത്ഥിക്കുകയും പറഞ്ഞ തുക അവിടെ കാണിക്കിയിട്ട് കൊടുക്കുകയും ചെയ്തു.
എൻ്റെ പേര് എൽസി, വീട് ഉല്ലൂര്. ഞാൻ ഈ പള്ളിയിലേക്ക് വന്നിട്ട് 16 വർഷമായി. വന്ന് എല്ലാ ചൊവ്വാഴ്ചകളും പറ്റാവുന്ന എല്ലാ ചൊവ്വാഴ്ചയിലും ഇവിടെ വന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് കുറേ അനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. പ്രത്യേകമായിട്ട് ഇവിടെയുള്ള പെരുന്നാളുകളുടെ 9 ചൊവ്വാഴ്ച ഉപവാസം എടുത്ത നിയോഗം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഓരോ നിയോഗത്തിനും വിചാരിച്ചതിനേക്കാൾ അധികമായിട്ടുള്ള അനുഗ്രഹം തന്നിട്ടുണ്ട്. ഇപ്പോൾ പ്രത്യേകമായിട്ട് എൻ്റെ ഇളയ മകൻ BCom പഠിച്ചു കഴിഞ്ഞിട്ട് MCom പഠിക്കാനായിട്ട് ചേരാൻ പോയപ്പോൾ അവന് പഠിക്കാനായിട്ട് പൈസ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു ജോലിയോട് കൂടിയിട്ട് അവൻ പഠിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ വന്ന് കഴിഞ്ഞ കൊല്ലം പ്രാർത്ഥിച്ചിട്ട് എൻ്റെ മോന് ട്യൂഷൻ അവൻ പഠിക്കുന്ന കോളേജിൽ തന്നെ ട്യൂഷൻ എടുത്തുകൊണ്ട് MCom പാസ്സാവാൻ സാധിച്ചു. അതിനോടൊപ്പം തന്നെ MCom കഴിഞ്ഞ് നെറ്റ് എഴുതി. ഞാൻ പുണ്യാളോട് പ്രാർത്ഥിച്ചു, പുണ്യാള നെറ്റ് പരീക്ഷ പാസ്സായി എത്രയും വേഗം ഒരു ജോലിയും കൂടി അവന് കൊടുക്കണമെന്ന്. പരീക്ഷ കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിലെ ഗസ്റ്റ് ലെക്ചറായിട്ട് അവന് ജോലി കയറാൻ സാധിച്ചു. ഇപ്പോൾ 1 വർഷമായി. ഇപ്പോൾ ഗസ്റ്റ് ലെക്ചറിൽ നിന്ന് ഇപ്പോൾ ചീഫ് ഗസ്റ്റായിട്ട് അവന് ഉയർച്ച കിട്ടി. എൻ്റെ പേര് വിൽസൺ പണ്ടാരവളപ്പിൽ. എറവ് കപ്പൽപ്പള്ളിയുടെ പിന്നിലാണ് ഞാൻ താമസിക്കുന്നത്. അവിടെ പള്ളികളിലൊക്കെ സജീവമാണ്. എങ്കിലും ഇവിടെ നമ്മൾ ഈ പള്ളിയിലേക്ക് ഞാൻ വരാനുണ്ടായ പ്രത്യേക ഒരു കാരണം, എൻ്റെ വൈഫിന് 2000 മുതൽ ഒരു അസുഖം ഉണ്ടായിരുന്നു. എന്താണ് അസുഖം എന്ന് കണ്ടെത്തി പിടിക്കാൻ സാധിച്ചിരുന്നില്ല. പിന്നീടാണ് പല ഡോക്ടർമാരെയും കണ്ട് ആദ്യം ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൽ പോയി, പിന്നെ വെസ്റ്റ് ഫോർട്ടിൽ പോയി, അങ്ങനെ പോയി ഒടുവിൽ വാൽവിൻ്റെ കംപ്ലയിൻ്റ് ആണെന്ന് മനസ്സിലായി. അപ്പോൾ ഞങ്ങൾ അമൃത ഹോസ്പിറ്റലിൽ ഓപ്പറേഷന് വേണ്ടി പോകാനുള്ള പരിപാടിയിലായിരുന്നു. അവിടെ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് അവിടെ ചെന്നത്. പക്ഷേ അന്ന് മുതൽ തന്നെ ഞാൻ അന്തോണിസ്മരണ പ്രത്യേകം പ്രാർത്ഥിച്ചു ഓരോ കാര്യങ്ങളും നടക്കുന്നതിന് വേണ്ടി. അങ്ങനെ ഭീമമായൊരു സംഖ്യ എന്നോട് ചിലവാക്കുന്നതിന് പൈസ ഇല്ലാത്ത സമയത്ത് ആ സംഖ്യ പലരായിട്ട് എനിക്ക് സഹായിക്കുകയും അങ്ങനെ നല്ലൊരു ഓപ്പറേഷൻ നടത്താൻ അന്തോണിസ്മരണയുടെ സഹായം ഞങ്ങളോടും ഞങ്ങളുടെ കുടുംബത്തിനോടും എല്ലാവരോടും കൂടെ ഉണ്ടാവുകയുണ്ടായി. 2002 ഓപ്പറേഷൻ നടത്തി ഇന്ന് വരെ ഒരു അസുഖമില്ലാതെ ഭാര്യ സുഖമായിട്ട് ജീവിക്കുന്നു. എൻ്റെ പേര് റോസ്ലി, വീട് ചെയ്യാർത്ത്. ഞാൻ 16 കൊല്ലമായി ഇവിടെ വന്നിട്ട് വേല ചെയ്യണം പുണ്യാളിന് വേണ്ടിയിട്ട്. എൻ്റെ വീട് ചെറിയ വീടായിരുന്നു. അതൊരു നന്നാക്കി വലിയൊരു വീടാക്കി തരണേന്ന് പുണ്യാളിനോട് പ്രാർത്ഥിച്ചു. എൻ്റെ മകന് കല്യാണക്കാരൊന്നും ശരിയാവില്ല, വണ്ണം കൂടുതലുള്ളതിനെ കൊണ്ട്. അപ്പോൾ ആ മകന് വേണ്ടിയിട്ട് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു. എനിക്ക് അപ്പോൾ വിചാരിച്ചേക്കാൻ നല്ലൊരു മകളെ തന്ന് പുണ്യാളെ അനുഗ്രഹിച്ചു. എൻ്റെ പേര് മോഹനൻ. ഞാൻ ഒരു ഹിന്ദു സമുദായത്തിൽപ്പെട്ട ഒരു ടീമാണ്. ഞാൻ ഈ ചർച്ചിൽ വരാൻ തുടങ്ങിയിട്ട് 27 വർഷമായി. ഞാൻ എല്ലാ ചൊവ്വാഴ്ച കൂടെ മുടങ്ങാണ്ട് വരുന്നൊരു ആളാണ് ഞാൻ, എൻ്റെ കുടുംബം. എനിക്ക് പല കാര്യങ്ങളും സാധിച്ച് കിട്ടിയിട്ടുണ്ട്. എൻ്റെ പേര് അനൂപ്. ഞാൻ ഇവിടെ വന്ന് തുടങ്ങിയിട്ട് 2 കൊല്ലമായി. പുണ്യാളിനോട് നന്നായി പ്രാർത്ഥിക്കുമായിരുന്നു. എനിക്ക് പിന്നെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ കൂടുതൽ അനുഗ്രഹം കിട്ടി. എൻ്റെ അപ്പച്ചൻ 2 കിഡ്നിയും പോയി ഡയാലിസിസ് ചെയ്യുമായിരുന്നു. പിന്നെ ഞാൻ പുണ്യാളിനോട് നന്നായി പ്രാർത്ഥിക്കും, ഈശോയെ എൻ്റെ അപ്പച്ചൻ്റെ രോഗമൊന്ന് മാറ്റി തരണമെന്ന്. ഞാൻ ആദ്യം ഒരു ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ച് വളർന്ന മാനാണ്. ഞാൻ മാമോദിസ സ്വീകരിച്ചു, തമ്പുരാനിലേക്ക് അടുത്തു. ദൈവത്തിൻ്റെ പുണ്യാളിൻ്റെ കൂടുതലായിട്ട് എനിക്ക് അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്, ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ പേര് വത്സ, സ്ഥലം കോലഴിയിലാണ്. ഞാൻ ഈ പള്ളിയിൽ വന്നു തുടങ്ങിയിട്ട് 10 വർഷമായി. ഈ പള്ളി ഇടവകി തന്നെയാണ്. എൻ്റെ ഭവനം നഷ്ടപ്പെട്ടിട്ട് എൻ്റെ ഭർത്താവ് എന്നിൽ നിന്ന് എൻ്റെ ഭവനമൊക്കെ എടുത്തു മാറ്റി കേസും കൂട്ടായി എല്ലാം നഷ്ടപ്പെട്ട് ഞാൻ വേദനയോട് കരയുമ്പോഴും ഈ പുണ്യാളുടെ സാന്നിധ്യത്തിലാണ് എൻ്റെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടന്നിരുന്നത്. ഓരോ ചൊവ്വാഴ്ചയും റോക്കിയച്ചൻ വന്നതിന് ശേഷം 3 മണിയുടെ കുർബാനയ്ക്ക് ഞാൻ വന്ന് തിരുഹൃദയത്തിൻ്റെ മുമ്പിൽ കണ്ണുനീരോടെ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ഇപ്പോൾ എനിക്ക് സ്വന്തമായിട്ട് 4 സെൻറ്റ് സ്ഥലം കിട്ടി, പഞ്ചായത്തിൽ നിന്ന് അനുവദിച്ച് കിട്ടിയ 2600 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീടും പണിതു. ഞാൻ നല്ല സന്തോഷമായിട്ട് ജീവിക്കുന്നു. എൻ്റെ വീട് ഈ വ്യാഴാഴ്ച വെഞ്ചിരിപ്പ് നടത്തുന്നുണ്ട്. ഈ പുണ്യാളിൻ്റെ സന്നിധിയിൽ വന്നപ്പോൾ ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഏത് നിമിഷവും നമ്മൾ നിറകണ്ണുകളോട് കൂടി തിരുഹൃദയത്തിന് മുമ്പിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഏത് കാര്യം ഇവിടുന്ന് സാധിച്ചു കിട്ടും. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നവൾ എനിക്ക് കിട്ടിയിട്ടുള്ളതാണ്. ആത്മീയതയുടെ അനുഭവം മാത്രമല്ല, ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും ഈ തീർത്ഥാടന ദൈവാലയം മുന്നിട്ട് നിൽക്കുകയാണ്. ഇവിടെ വരുന്ന വിശ്വാസികളുടെ സഹായം കൊണ്ട്, അവർ നൽകുന്ന ഉദാരമായ സംഭാവനകൾ സ്വീകരിച്ചുകൊണ്ട് എല്ലാ വർഷവും ഡയാലിസിസ് നടത്തുന്നവർക്ക് വേണ്ടി ഒരു തുക സമാഹരിച്ച് പ്രത്യേകിച്ച് 3 ആശുപത്രികൾക്ക് കൈമാറാറുണ്ട്. 3 വർഷമായി 2 ലക്ഷം രൂപ വീതം പറവൂർ ഡോൺ ബോസ്കോ ആശുപത്രിക്കും തൃശ്ശൂർ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിനും തൃശ്ശൂർ അമല ഹോസ്പിറ്റലിനുമായി എല്ലാ വർഷവും കൈമാറി വരുന്നുണ്ട്. അത് ഇവിടെ എത്തുന്ന വിശ്വാസികളോട് ഇക്കാര്യങ്ങൾ പറഞ്ഞ് വ്യക്തമാക്കി അവർ നൽകുന്ന ഉദാരമായ സംഭാവനയിൽ നിന്ന് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ
ഓരോ വർഷവും 1-2 പേർക്ക് ഭവനം നിർമ്മിച്ച് നൽകുന്ന പദ്ധതിയും ഈ തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ അനുഭവത്തിൽ ഞങ്ങൾ നടത്തി വരുന്നുണ്ട്. ഇതിനെല്ലാം വിശ്വാസികളുടെ അകമഴിഞ്ഞ സഹായവും സഹകരണവുമാണ് കാരണമാകുന്നത്. അതുപോലെ തന്നെ ഓരോ ദിവസവും അനേകം പേർ അവരുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അവരുടെ അപേക്ഷകൾ ഇവിടെ സമർപ്പിക്കുകയും എല്ലാ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചകളിൽ നടക്കുന്ന ശുശ്രൂഷകൾക്ക് മുന്നോടിയായി എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 12 മണി മുതൽ 3 മണി വരെ ഇവിടെയുള്ള ഹോളി ഫാമിലി പ്രയർ ഗ്രൂപ്പിൻ്റെ നേതൃത്വത്തിൽ പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് ഓരോ നിയോഗങ്ങളും പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു ശുശ്രൂഷയും ഇവിടെ നടന്നു വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഓരോ ചൊവ്വാഴ്ചകളിലും 8,000 മുതൽ 10,000 വരെ ഭക്തജനങ്ങൾ എത്തുമ്പോൾ ഇവിടെ 2 വൈദികർ മാത്രമാണുള്ളത്. പരിസര പ്രദേശങ്ങളിലുള്ള വൈദികരും അതുപോലെ തന്നെ ദൂരദേശങ്ങളിൽ നിന്ന് പോലെ പോലും വൈദികർ ഇവിടെ എത്തി എല്ലാ ശുശ്രൂഷകൾക്കും നേതൃത്വം നൽകുന്നു. പ്രത്യേകിച്ച് കുമ്പസാരിപ്പിക്കുന്ന കാര്യത്തിൽ ഒരുപാട് വൈദികർ ഇവിടെ എത്തുന്നുണ്ട്. അതുപോലെ മറ്റ് ശുശ്രൂഷകൾക്കും വൈദികരുടെ സേവനം ലഭ്യമാകുന്നുണ്ട്. അതും വലിയ ഒരു ദൈവാനുഗ്രഹത്തിൻ്റെ അനുഭവമാണ്. പാദുവ നഗർ വിശുദ്ധ അന്തോണീസിന്റെ ജീവിത മുഹൂർത്തങ്ങളുടെ ശില്പാവിഷ്കാരം. ഈ തീർത്ഥകേന്ദ്രം സന്ദർശിക്കാൻ എത്തുന്നവർക്ക് വിശുദ്ധ അന്തോണീസിന്റെ ജീവിതത്തെക്കുറിച്ച് അറിയുവാനും പരിചയപ്പെടുവാനും ഒരുക്കിയിരിക്കുന്ന പാദുവ നഗർ വളരെ ആകർഷണീയമാണ്. വിശുദ്ധ അന്തോണീസിന്റെ 11 പ്രത്യേക സാഹചര്യങ്ങളെയാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. വിശുദ്ധ അന്തോണീസിന്റെ ഹൃദയനൈർമല്യം വെളിവാക്കുന്ന തിസോ പ്രഭുവിന്റെ ഭവനത്തിൽ വെച്ച് ഉണ്ണീശോ വിശുദ്ധന് പ്രത്യക്ഷപ്പെടുന്ന ദിവ്യമുഹൂർത്തം. പാദുവ പട്ടണത്തിലെ ലയോനാർഡ് എന്ന യുവാവിൻ്റെ വെട്ടിമാറ്റപ്പെട്ട കാൽ കുരിശടയാളം വരച്ച് വിശുദ്ധ അന്തോണീസ് സുഖപ്പെടുത്തുന്ന അത്ഭുതരംഗം. വിശുദ്ധ അന്തോണീസ് പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് കൊണ്ടുവരുമ്പോൾ ഒരു കഴുത മുട്ടുകുത്തി വണങ്ങുന്ന ആശ്ചര്യജനകമായ ദൃശ്യം. 30 വർഷത്തോളം പാഷണ്ഡതയിൽ ജീവിച്ച റിമിനിയിലെ ബോണില്ലോ എന്ന പ്രഭുവിനെ വിശുദ്ധ അന്തോണീസ് മാനസാന്തരപ്പെടുത്തുന്ന ശക്തമായ വിശ്വാസ ചിത്രീകരണം. ലിസ്ബണിലെ കത്തീഡ്രൽ ദേവാലയത്തിൽ പരിശുദ്ധ കന്യകാമറിയം വിശുദ്ധ അന്തോണീസിന് പ്രത്യക്ഷപ്പെടുന്ന ഭക്തിസുന്ദരമായ മുഹൂർത്തം. വിശുദ്ധ അന്തോണീസ് ലിസ്ബണിൽ ജീവിച്ചിരുന്ന പിശാചുബാധിതയായ സ്ത്രീയെ സുഖപ്പെടുത്തുന്ന അത്ഭുത ദൃശ്യം. വിശുദ്ധ അന്തോണീസിന്റെ സൗഖ്യവരത്തിൻ്റെ ഏറ്റവും ശക്തമായ ദൃശ്യഭാഷയാണ് മരണത്തിൽ നിന്നും ഒരു യുവാവിനെ ഉയിർപ്പിക്കുന്ന രംഗം. കാണുന്നവരെ അമ്പരപ്പിച്ചുകൊണ്ട് വിശുദ്ധ അന്തോണീസിന്റെ കരങ്ങളിലിരുന്ന് സംസാരിക്കുന്ന നവജാത ശിശു. നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിങ്ങളുടെ ഹൃദയവും എന്ന വചനത്തെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ ഒരു പിശുക്കൻ്റെ മൃതശരീരത്തിൽ നിന്നും വിശുദ്ധ അന്തോണീസിന്റെ മുമ്പിൽ വെച്ച് ഹൃദയം അപ്രത്യക്ഷമാകുന്ന രംഗം. നിർമ്മലമായ ജീവിതത്തിൻ്റെ ഉത്തുംഗ ശൃംഗത്തിലെത്തിച്ചേർന്ന വിശുദ്ധ അന്തോണീസ് കർത്താവിൽ വിലയം പ്രാപിക്കുന്ന ഭക്തിനിർഭരമായ മുഹൂർത്തം. ദൈവവചനത്തിന് കാതോർക്കാതെ അവഗണിക്കുന്ന മനുഷ്യർക്ക് പകരം വിശുദ്ധ അന്തോണീസിന്റെ വചനപ്രഘോഷണം മത്സ്യങ്ങൾ ശ്രദ്ധിക്കുന്ന മുഹൂർത്തം. ഈ ശില്പാവിഷ്കാരങ്ങൾ വിശുദ്ധന്റെ ജീവിതത്തെ കൂടുതൽ അറിയുവാനും വിശുദ്ധൻ വഴി ഈശോയിലേക്ക് കൂടുതൽ അടുക്കുവാനും കുട്ടികൾക്കും യുവാക്കൾക്കും പ്രചോദിതമാകുന്നു. വിശുദ്ധ അന്തോണീസിൻ്റെ ചരിത്രം നമ്മൾ എടുത്തു വായിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, വിശുദ്ധ അന്തോണീസിന് ഏറ്റവും പ്രിയപ്പെട്ട വചനഭാഗം എന്നത്
മാർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 13 മുതലുള്ള വാക്യങ്ങളാണ്. ഇവിടെ യേശുവിൻ്റെ അനുഗ്രഹം സ്വീകരിക്കുന്നതിനായി കുഞ്ഞുങ്ങളെ അമ്മമാർ കൊണ്ടുവരുമ്പോൾ ശിഷ്യന്മാർ തടയുന്ന രംഗമാണ്. യേശുനാഥൻ ശിഷ്യന്മാരെ ശകാരിച്ചുകൊണ്ട് കുഞ്ഞുങ്ങളെ എൻ്റെ അടുക്കിലേക്ക് വിടുവിനെന്നുള്ള വചനം പറയുന്നുണ്ട്. എന്നിട്ട് കൂട്ടിച്ചേർക്കുന്നു, സ്വർഗരാജ്യം ഇവരെ പോലെയുള്ള നിഷ്കളങ്കമായ മനസ്സോടുകൂടിയ കുഞ്ഞുങ്ങളുടെ മനസ്സുള്ള വ്യക്തികളിലാണ് എന്ന് ഉത്ബോധിപ്പിക്കുന്നുണ്ട്. ഈ ഒരു വചനത്തിൻ്റെ ശക്തിയാലായിരിക്കണം അന്തോണീസിൻ്റെ ജീവിതം മുന്നോട്ട് പോയത്. 1231 ജൂൺ മാസം 13-ാം തീയതി വിശുദ്ധ അന്തോണീസ് സ്വർഗത്തിലേക്ക് യാത്രയായപ്പോൾ പാതുവായിലെ മുതിർന്ന ജനങ്ങൾ ഈ വിവരമറിഞ്ഞത് കുട്ടികളിലൂടെയാണ് എന്ന് ചരിത്രം വ്യക്തമാക്കുന്നുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കുട്ടികളും യുവജനങ്ങളുമൊക്കെയായി വിശുദ്ധ അന്തോണീസിന് വലിയൊരു ബന്ധമുണ്ടായിരുന്നു, വലിയൊരു ആത്മബന്ധമുണ്ടായിരുന്നു. സ്നേഹം നിറഞ്ഞവരെ, എന്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു ചരിത്രം നിങ്ങളോട് പറഞ്ഞത് എന്നുള്ളൊരു ചോദ്യം നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വന്നേക്കാം. കാരണം ഞാൻ ഈ തിരുസന്നിധിയിലേക്ക് കടന്നു വന്നിട്ട് ഏതാനും ദിവസങ്ങളായിട്ടുള്ളൂ. പക്ഷേ ഇവിടെ ഞാൻ കാണുക മറ്റു ഇടവകളേക്കാൾ വ്യത്യസ്തമായിട്ട് നിരവധി യുവജനങ്ങളും വിദ്യാർത്ഥികളും കുട്ടികളുമൊക്കെ തന്നെ വിശുദ്ധ അന്തോണീസിൻ്റെ നടയിലേക്ക് പ്രാർത്ഥിക്കുവാനായി കടന്നു വരുന്നു. ഇതിനൊക്കെ അടിസ്ഥാനമാകുക വിശുദ്ധ അന്തോണീസിന് കുഞ്ഞുങ്ങളോടുണ്ടായിരുന്ന ആ ഒരു സ്നേഹം തന്നെയാണ്. കാണാതായ വസ്തുക്കൾ കണ്ടുകിട്ടുന്നത് മുതൽ അസാധ്യ കാര്യങ്ങൾ സംഭവിക്കുന്നത് വരെയുള്ള അത്ഭുതങ്ങളിലൂടെ ക്രൈസ്തവ വിശ്വാസത്തെ കൂടുതൽ തീവ്രമാക്കുന്ന വിശുദ്ധ അന്തോണീസിൻ്റെ മാധ്യസ്ഥം തൃശ്ശൂരിൻ്റെ സാംസ്കാരിക ചൈതന്യത്തിന് കൂടുതൽ ശോഭ നൽകുന്നു. വർഷം തോറും ജൂൺ 13-നടുത്തുള്ള ചൊവ്വാഴ്ച തൃശ്ശൂർ സേക്രഡ് ഹാർട്ട് ചർച്ചിൽ ആഘോഷിക്കുന്ന വിശുദ്ധ അന്തോണീസിൻ്റെ ഊട്ടുതിരുനാൾ പൂരനഗരിയിലെ സമാധാനത്തിൻ്റെ കുടമാറ്റമായി വിശ്വാസികൾക്ക് തണലേകുന്നു. ആ വിശ്വാസ തണലിലൂടെ അനുഗ്രഹവിരുന്ന് ആസ്വദിക്കാൻ എത്തുന്നതോ 10,000-കണക്കിന് ജനങ്ങളും. നമുക്കും അവരോടൊപ്പം വിശുദ്ധ അന്തോണീസിൻ്റെ മാധ്യസ്ഥം വഴി അനുഗ്രഹങ്ങൾക്കായി പ്രാർത്ഥിക്കാം.